വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കാണെന്ന്. ചേർന്നൊരു ആമീൻ പറയാവോ? പീലാത്തോസ് പറയുകയാണ്, ഞാൻ എഴുതിയതാണ്. ശരിക്കും പീലാത്തോസ് എഴുതിയത് കൃത്യമായ കാര്യമാണ്. പീലാത്തോസ് എഴുതിയത് വ്യക്തമായ കാര്യമാണ്. പക്ഷെ യേശു ഒരിടത്ത് പോലും രാജാവാകാൻ ശ്രമിച്ചവനല്ല. കാരണം അവൻ രാജാതിരാജാവാണ്. ഇനി അവൻ അതിന് ശ്രമിക്കേണ്ട ആവശ്യമില്ല. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചപ്പോൾ പുരുഷാരം മുഴുവൻ അവനെ രാജാവാക്കാൻ ഭാവിച്ചപ്പോൾ അവരുടെ ഇടയിലൂടെ കടന്നുപോയി മലമുകളിൽ ചെന്ന് രാത്രി മുഴുവൻ മുഴങ്കാലിൽ നിന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചവനാണ് ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു. എന്നാൽ നിന്നെ വിളിച്ച വിളിക്കകത്ത് ഒരു അപ്പോസ്തലൻ ഉണ്ടെങ്കിൽ, നിന്നെ വിളിച്ച വിളിക്കകത്തൊരു പ്രവാചകൻ ഉണ്ടെങ്കിൽ, നിന്നെ വിളിച്ച വിളിക്കകത്തൊരു ഇടയനുണ്ടെങ്കിൽ, നിന്നെ വിളിച്ച വിളിക്കകത്തൊരു സുവിശേഷകൻ ഉണ്ടെങ്കിൽ, നിന്നെ വിളിച്ച വിളിക്കകത്തൊരു ഉപദേഷ്ടാവ് ഉണ്ടെങ്കിൽ, നിന്നെ വിളിച്ച വിളിക്കകത്തൊരു പ്രോസ്പെരിറ്റി ഉണ്ടെങ്കിൽ, നിന്നെ വിളിച്ച വിളിക്കകത്തൊരു നന്മയുണ്ടെങ്കിൽ, നിന്നെ വിളിച്ച വിളിക്കകത്തൊരു സമൃദ്ധി ഉണ്ടെങ്കിൽ, നിന്നെ വിളിച്ച വിളിക്കകത്തൊരു വിടുതൽ ഉണ്ടെങ്കിൽ, നിന്നെ വിളിച്ച വിളിക്കകത്തൊരു ഉയർച്ച ഉണ്ടെങ്കിൽ, നിന്നെ വിളിച്ച വിളിക്കകത്ത് 10,000 കൂടുന്ന കൂട്ടായ്മ ഉണ്ടെങ്കിൽ, നിന്നെ വിളിച്ച വിളിക്കകത്ത് ഒരു ഉണർവുണ്ടെങ്കിൽ, ഒരു പീലാത്തോസിനും ഒരു മഹാപുരോഹിതനും ഒരു തല തകർന്ന ലൂസിഫറിനും ഒരു അസൂയക്കാരനും ഒരു പിശാചിനും അത് തടയാൻ കഴിയത്തില്ല. സ്വർഗം എഴുതിയാൽ എഴുതിയതാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കൈകളെ തട്ടാം. സ്വർഗം ചിലത് എഴുതിയാൽ ഇവിടുത്തെ തകിടും കൂടിലും എഴുതിയവന് അത് മായ്ക്കാൻ പറ്റത്തില്ല. കേട്ടില്ല? സൗണ്ട് കേട്ടില്ല? സ്വർഗം നിനക്ക് വേണ്ടി ചിലത് എഴുതിയാൽ ഇവിടുത്തെ തകിടിലും കൂടിലും എഴുതുന്നവന് അത് മായ്ക്കാൻ കഴിയത്തില്ല. സ്വർഗം നിനക്ക് വേണ്ടി ചിലത് എഴുതിയാൽ ഇവിടുത്തെ ഓൺലൈൻ അച്ചാച്ചന്മാർ എഴുതുന്നതിന് മായ്ക്കാൻ കഴിയത്തില്ല. സ്വർഗം ചിലത്. ഈ ദിവസം തിരുവെഴുത്തുകളോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. ഞാൻ ഇന്നത്തെ മെസ്സേജിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതും ഒരു മെസ്സേജിനപ്പുറമായി ഒരു പ്രവചനമാണ്. അത് വിശ്വസിക്കുന്ന ചിലരോടുള്ള ദൂതാണ്. നിന്റെ വിളിക്കകത്ത് നീ ആര് എന്നുള്ളത്, നീ എന്താകുമെന്നുള്ളത് തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ മാറ്റി എഴുതാനോ മായ്ക്കാനോ ഉള്ള കെൽപ്പ് പിശാചേ നിനക്കില്ല എന്ന് ഇന്ന് പകൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. സ്വർഗം എഴുതിയതിനെ മായ്ക്കാൻ, സ്വർഗം റൈറ്റ് ചെയ്തതിനെ മായ്ക്കാൻ, സ്വർഗീയ വിളികളെ ക്രോസ് ചെയ്യാൻ, ദൈവിക പദ്ധതികളെ ഉടച്ചു കളയാൻ, ദൈവിക വാഗ്ദത്തങ്ങളെ തടഞ്ഞു വെക്കാൻ ഞാൻ പ്രവർത്തിക്കും. ആരത് തടുക്കും എന്ന് വാഗ്ദത്തം ചെയ്തവൻ പറയുന്നു. ഞാൻ അടച്ചാൽ ആരും തുറക്കുന്നില്ല, ഞാൻ തുറന്നാൽ ആർക്കും അത് അടയ്ക്കുവാൻ കഴിയുകയില്ല. നിന്റെ വിളിക്കകത്തൊരു സമൃദ്ധിയുണ്ടോ? നിന്നെ ദൈവ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചിരിക്കും. നിന്റെ വിളിക്കകത്ത് കഷ്ടത അനുഭവിക്കാൻ ഒരു വിളിയുണ്ടോ? ആരൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്താലും നീ കഷ്ടതയിലൂടെ തന്നെ പോയിരിക്കും. നിന്റെ വിളിക്കകത്ത് ദൈവം ചിലത് വെച്ചിട്ടുണ്ടോ? നിന്റെ വിളിക്കകത്ത് നീ പ്രവചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ പ്രവചിച്ചിരിക്കും. നിന്റെ വിളിക്കകത്ത് ദൈവം നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം നിന്നെ മാനിച്ചിരിക്കും. നിന്റെ വിളിക്കകത്ത് ഒരു ഉണർവിനായി ദൈവം നിന്നെ കണ്ടെന്ന് പരിശുദ്ധാത്മാവ് അറിയിച്ചിട്ടുണ്ടോ? അവൻ അത് ചെയ്തിരിക്കും. ചങ്കിൽ കൈവച്ച് പറഞ്ഞാട്ടെ, പൗലോസ് പറഞ്ഞ വാക്ക് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാട്ടെ, അവൻ എന്നോട് അരുളി ചെയ്തത് പോലെ തന്നെ സംഭവിക്കും. Thank you, Holy Spirit. യവന ഭാഷയിൽ, റോമൻ ഭാഷയിൽ, എബ്രായ ഭാഷയിൽ, ഒരു ഭാഷയിൽ എഴുതിയാൽ മതിയായിരുന്നു. എല്ലാ ഭാഷയിലും യേശു രാജാവാന്ന് എഴുതി വെച്ചു. പറഞ്ഞവന് തെറ്റിപ്പോയി. പറഞ്ഞ് ജയിച്ചതാണ്,
പക്ഷെ പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായി പറയാതെ പറഞ്ഞവന്റെ മൈൻഡിനെ കുരുക്കി കളഞ്ഞു. പിന്നീതൊന്നുകൂടെ മാറ്റാൻ വന്നപ്പോൾ എഴുതിയവൻ പറഞ്ഞു, അവൻ അധികാരിയാ, ഞാൻ എഴുതിയതാ, ഇനി മാറ്റാൻ പറ്റുകയില്ല. അത് യവന ഭാഷയിലുണ്ട്, എബ്രായ ഭാഷയിലുണ്ട്, റോമൻ ഭാഷയിലുണ്ട്. എന്ന് പറഞ്ഞാൽ തമ്പുരാന് പറയാനുള്ളത്, സകല ജാതികളിലും സകല വംശങ്ങളിലും നിന്റെ വാഗ്ദത്തത്തെ ഞാൻ പ്രൂവ് ചെയ്തിരിക്കുന്നു. നീ ആരെന്ന് ഒരുത്തനും മനസ്സിലാകാതെ പോകരുത്. നീ ആരെന്ന് എല്ലാവരും അറിയണം. കുറിവാക്യം വായിച്ചില്ലെന്ന് വേണ്ട, വായിച്ചോ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-15. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, ദൈവജനമേ, അടുത്ത വാക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് പറയാവോ? ഇന്നത്തെ ദിവസം അത് പറഞ്ഞില്ല പിന്നെ എപ്പോഴാ പറയുന്നേ? പാസ്റ്റർമാര് പറയാവോ? അടുത്ത വാക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് പറയാവോ? ജിജി പാസ്റ്റർ മൈക്കിലൂടെ ഒന്ന് പറയാവോ അടുത്ത വാക്ക്? എല്ലാവരും മരിച്ചു എന്നും. അങ്ങനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ക്രിസ്തുവിന്റെ സ്നേഹം അല്ലല്ല, അതല്ല പറ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അടുത്ത വാക്ക് എല്ലാവരും പറയണം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. എല്ലാവർക്കും വേണ്ടി, അതാണ് ഇന്നത്തെ സന്ദേശം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. എല്ലാവരും ജീവിക്കാൻ, എല്ലാവരും വിടുവിക്കപ്പെടാൻ. അങ്ങനെ മരിച്ച ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? രക്തസാക്ഷി മരണങ്ങൾ കൈവരിച്ച ഒരുപാട് മഹാന്മാർ അവരവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവരുണ്ട്. കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വ മരണം വരിച്ചവരുണ്ട്. അല്ലെങ്കിൽ അവരായിരുന്ന സംഘടനയ്ക്ക് വേണ്ടി അവരുടെ വ്യക്തിപരമായ കാരണത്താൽ അല്ലെങ്കിൽ മരണം ഏറ്റെടുത്ത് ആ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ കൊടുത്തവരുണ്ട്. പ്രസ്ഥാനത്തിനു വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തവരുണ്ട്. പക്ഷെ ചരിത്രത്തിൽ ഒരുവനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, എല്ലാവർക്കും വേണ്ടി മരിച്ചവൻ. ഒന്ന് കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറയാമോ? എല്ലാവർക്കും. അതിൽ ജാതിയില്ല, അതിൽ മതമില്ല, അതിൽ വിഭാഗീയതകളില്ല, അതിൽ വർഗ വർണ്ണ വിവേചന വ്യത്യാസങ്ങൾ ഇല്ല. അതുകൊണ്ടാണ് പൗലോസ് ആ വ്യക്തിയുടെ പേര് അവിടെ പറയാഞ്ഞത്. എല്ലാവർക്കും വേണ്ടി മരിച്ച യേശു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എന്ന് പറഞ്ഞിട്ട് ആ മരിച്ച ആളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ടോ? നോക്കിക്കോ, ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വേണ്ടി മരിച്ചവൻ ഒരുവനേ ഉള്ളൂ. ഈ പന്തലിന്റെ കീഴിൽ ഇരിക്കുന്നവർ ആ നാമത്തെ ഒന്ന് ഉറക്കെ വിളിച്ച് ശബ്ദമുയർത്തി പറഞ്ഞ്, ഈ പന്തലിന്റെ കീഴിൽ ഇരിക്കുന്നവർ, എന്നെ കേൾക്കുന്നവർ ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞ്, ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർ നിങ്ങൾ ലൈവ് ചാറ്റിൽ ഒന്ന് ചാറ്റ് ചെയ്തൊന്ന് എഴുതി വിട്ടേ, എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ജീവിക്കുന്നവർ താൻ തങ്ങൾക്കായിട്ടല്ല ജീവിക്കേണ്ടത്. തങ്ങൾക്ക് വേണ്ടി കൈയൊന്ന് നെഞ്ചത്തോട്ട് വെച്ച ഈ ഗുഡ് ഫ്രൈഡേയിൽ എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശു കർത്താവിന്റെ മരണം ഒരു അപകട മരണമല്ല. ഈ ലോകത്തിൽ ഒത്തിരി മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. മരണസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. മരണം ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. പക്ഷേ വിവിധ തരത്തിലുള്ള മരണങ്ങൾ നമ്മുടെ ദേശങ്ങളിൽ നടക്കുന്നുണ്ട്. അപകട മരണങ്ങൾ, ആക്സിഡന്റ്, കുലപാതക മരണങ്ങൾ, സ്വാഭാവിക മരണങ്ങൾ, പ്രായവും വാർദ്ധക്യവും ഒക്കെ ആകുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവിക മരണങ്ങൾ, ആത്മഹത്യാ മരണങ്ങൾ, ഇങ്ങനെ രോഗം സംഭവിച്ച് രോഗം പിടിച്ച് രോഗത്താൽ മരിച്ച മരണങ്ങൾ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ മരണം കുലപാതകമായിരുന്നില്ല. യേശു കർത്താവിന്റെ മരണം ആത്മഹത്യ ആയിരുന്നില്ല. യേശു കർത്താവിന്റെ മരണം രോഗം സംഭവിച്ച് മരണമായിരുന്നില്ല. യേശുവിന്റെ മരണം വാർദ്ധക്യ സഹജമായ മരണമായിരുന്നില്ല. യേശുവിന്റെ മരണം പ്രായശ്ചിത്ത മരണമായിരുന്നു. വേദപുസ്തകത്തിൽ ഉടനീളം എടുത്തു പറയുന്ന ഒരു വാക്കാണത്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പോൾ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ, വിശ്വസിക്കുന്നവരെ വിടുവിക്കുവാൻ യേശു കർത്താവ് തന്റെ രക്തം നൽകി പകരമരണം. ഈ പ്രായശ്ചിത്ത മരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പകരമരണം എന്നാണ്. കൈ കൊടുത്ത് പറഞ്ഞേ, പകരമരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് യോഹന്നാൻ അപ്പോസ്തലനാണ് ഇത് വ്യക്തമാക്കുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ഒന്ന് വായിച്ചേ എല്ലാവരും ചേർന്ന് ആ വാക്യം, എല്ലാവരും ചേർന്ന് വായിച്ചേ. അവൻ നമ്മുടെ പാപങ്ങൾക്ക്, യേശു എന്ന് ചേർത്ത് വായിച്ചേ, യേശു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വ ലോകത്തിന്റെയും പാപത്തിന് തന്നെ. അപ്പൊ പ്രായശ്ചിത്ത മരണം എന്ന് പറഞ്ഞാൽ എന്താ? പകരമരണം. ഏതോ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമോ ഇല്ലാത്തവരും നിരീശ്വരവാദികളും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ദൈവം യേശു ക്രിസ്തു ഇത്രയും അത്ഭുതങ്ങൾ കാട്ടിയവൻ, ഇത്രയും വീര്യപ്രവർത്തികൾ നടത്തിയവൻ, കടലിന്റെ മുകളിലൂടെ നടന്നവൻ, അന്ധന് കാഴ്ച കൊടുത്തവൻ, ചെകിടന്റെ ചെവിയെ കേൾപ്പിച്ചവൻ, ഊമരെ സംസാരിപ്പിച്ചവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, ഇത്രയും വൻ അത്ഭുതങ്ങൾ ചെയ്തവന് ആ മരണത്തിൽ നിന്ന് ക്രൂശിലേക്ക് പിടിച്ചോണ്ട് പോയപ്പോൾ, ഗബദായുടെ കൽത്തളത്തിൽ കെട്ടിയിട്ട് തല്ലിയപ്പോൾ അവനങ്ങ് ഡിസപ്പിയർ ആകാൻ പറ്റിയില്ലേ? അവനെ കൊല്ലുവാൻ ഭാവിച്ചുകൊണ്ട് ഒരകൂട്ടം ആളുകൾ കല്ലും കയ്യിലെടുത്തുകൊണ്ട് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവരുടെ നടുവിൽ നിന്ന് മാറിപ്പോയി എന്ന് എഴുതിയിരിക്കുന്നേ. പക്ഷെ അതിന്റെ വിവിധ പരിഭാഷകളിൽ അവർക്ക് പിന്നെ അവനെ അവിടെ കാണാൻ കഴിഞ്ഞില്ലെന്നാണ്. ഇത്രയും അത്ഭുതങ്ങൾ ചെയ്ത കർത്താവിന് ഇതൊന്നും അനുഭവിക്കാതെ, ഈ അടി കൊള്ളാതെ, ഈ വേദന എടുക്കാതെ, ഈ മരണം പിടിക്കാതെ രക്ഷപ്പെടാൻ പറ്റിയില്ലേ? രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലേ? പറയുന്നവൻ ഒരു കാര്യം തിരിച്ചറിയണം, യേശു ക്രൂശിലേക്ക് പോകുന്നത് അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തമല്ല, അവൻ ചെയ്ത തെറ്റുകൾ നിമിത്തമല്ല. അതൊരു അപകട മരണം അല്ല ബ്രദറെ, സഹോദരി, അതൊരു ആത്മഹത്യയോ കുലപാതകമോ അല്ല. നീ ഉദ്ദേശിക്കുന്നത് പോലെ കർത്താവിനെ
കൊല്ലാൻ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുന്ന ഒരു കൊലപാതകമല്ലത്. ആമീൻ. അതൊരു പ്രായശ്ചിത്ത മരണമാണ്. കൊണ്ടുപോയവൻ അതൊരു കൊലപാതകമായിരിക്കാം, പിടിച്ചോണ്ട് പോയവന് കൊല്ലാൻ തന്നെ കൊണ്ടുപോയതായിരിക്കാം, അത് ചെയ്തവൻ അപമാനിക്കാൻ തന്നെ ചെയ്തതായിരിക്കാം. പക്ഷേ അതങ്ങനെ സംഭവിക്കേണ്ടതാണ്. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ, മാനവകുലം വിടുവിക്കപ്പെടുവാൻ, ഞാനും നിങ്ങളും നീതീകരിക്കപ്പെടുവാൻ, എന്റെയും നിങ്ങളുടെയും ജീവിതം വിടുവിക്കപ്പെടാൻ. എഴുതുകയാണെങ്കിൽ പൗലോസ് എഴുതുന്നോലെ എഴുതണം. പുള്ളിയുടെ കയ്യിൽ പേന കൊടുത്താൽ അത് കൃത്യമായിട്ട് പുള്ളി പറയും. ഈ മരണത്തെ എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എങ്ങനെയാ വിവരിക്കുന്നതെന്ന് അറിയാമോ? അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക്, കണ്ടോ അതിനകത്ത് 1 യോഹന്നാൻ 2:1 അവൻ നമ്മുടെ പാപങ്ങൾക്കെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് ഭാഗങ്ങളിൽ അവൻ പ്രായശ്ചിത്ത മരണം കൈവരിച്ചെന്ന് എഴുതിയിരിക്കുന്നു. പക്ഷെ പൗലോസ് കൃത്യമായി പറയുകയാണ്, ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്താൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ജനത്തിന്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി ജനത്തിന്റെ പാപത്തെ പരിഹരിക്കാൻ ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു കാര്യമല്ല. ഇന്ന് ഈ പന്തലിന്റെ കീഴിൽ ഒത്തിരി സൗഖ്യങ്ങൾ നടക്കും. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ചിലരോട് ദൈവത്തിന്റെ ആത്മാവിൽ ആലോചന പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് നിയോഗമുണ്ട്. പക്ഷെ ഇതൊക്കെ ഇവിടെ നടക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നിരിക്കുന്ന നീ വചനം കേൾക്കണം. വചനം. ഒരു ബസ്സിനകത്ത് കയറി ഇരിക്കുന്നതിന് മുൻപ് ആ ബസ് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണം. ഒരു ട്രെയിൻ അകത്ത് കയറി ഇരിക്കുന്നതിന് മുൻപ് ആ ട്രെയിൻ എങ്ങോട്ടാ യാത്ര ചെയ്യുന്നതെന്ന് അറിയണം. അല്ലെങ്കിൽ സമയം പോവും, അല്ലെങ്കിൽ നിങ്ങളുടെ കാശ് പോവും. യേശുവിൽ വിശ്വസിച്ച എനിക്ക് എന്താണ് ലഭിച്ചത്? എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്? ഒന്നാമതായി വിവിധ മേഖലകളിൽ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ മരണം പ്രായശ്ചിത്ത മരണമാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള മരണമായിരുന്നു. എന്നാൽ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ഒരു ചേർന്നൊരു ഹല്ലേലൂയ പറയാം. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ മരിച്ചത് പാപസംബന്ധമായി. ആരുടെ പാപം? ഒരു പാപസംബന്ധമായി നടന്ന മരണമാണത്. ആരുടെ പാപം? ഈ ഭൂമിയിൽ വന്ന് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായവനാണ് യേശു.